നമ്മൾ TDS ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഡക്ഷൻ ഓഫ് ടാക്സ് ഫ്രം അക്യൂമുലേറ്റഡ് ബാലൻസ് ഓഫ് ദി RPF റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് വിഡ്രോൺ ബൈ ദ എംപ്ലോയി. RPF എക്സസ് അല്ലെങ്കിൽ അക്യൂമുലേറ്റഡ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് എംപ്ലോയി വിഡ്രോ ചെയ്യുകയാണെങ്കിലുള്ള ഡിഡക്ഷൻ എന്താണെന്നാണ് കേട്ടത്. ഞാൻ പറഞ്ഞത് കേട്ടോ. അതിൽ നോക്കിയോളൂ, ഒരു പ്രോബ്ലം ഞാൻ പറയാം. പ്രോബ്ലം എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, ഇതൊരു കാൽക്കുലേഷൻ എന്താണെന്ന് ജസ്റ്റ് കേട്ടാൽ മതി. 2 പ്രോബ്ലമേ ഉള്ളൂ ഇതിൽ ചെറുതായിട്ട്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, ഭംഗിയായിട്ട് കേട്ടോളൂ. ആൻറ്റിസിപ്പേറ്റഡ് ടാക്സബിൾ സാലറി ഇൻകം ഓഫ് ശ്രീവിദ്യ, ഫിലിം സ്റ്റാറാണാകോ അറിയില്ല, ശ്രീവിദ്യ ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 19-20 ഈസ് 11,50,000, 11,50,000. കമ്പ്യൂട്ട് ദ TDS. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീവിദ്യയുടെ ആനുവൽ ഇൻകം 11,50,000 ആണ്. നമ്മൾ എന്ത് ചെയ്യണം, 11,50,000 ടാക്സ് കണ്ടുപിടിക്കണം സ്ലാബ് അനുസരിച്ച്. അത് നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയാണ്. ആദ്യത്തെ 2,50,000 നില്ല്, പിന്നത്തെ 2,50,000 5%, 12,500 കിട്ടും. ശ്രീവിദ്യയുടെ ഇൻകം കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. അടുത്ത 5 ലക്ഷത്തിന് 20%, 5 ലക്ഷത്തിൻ്റെ 20% 1 lakh ആണ്. ഇനിയും കെടുക്കുന്നുണ്ട് അവിടെ. ബാലൻസ് എമൗണ്ടിന് എത്രയാണ്, 30%. ബാലൻസ് എത്രയാണ്? ഇപ്പോൾ നമ്മൾ സ്ലാബ് നോക്കിയപ്പോൾ 250 + 250 + 5 ലക്ഷം കഴിഞ്ഞിരിക്കണേ, 10 ലക്ഷം ആയിട്ടുള്ളൂ എന്ന്. ഇനി ബാക്കി 150 ഉണ്ട്, അതിൻ്റെ 30%. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 1,57,500 കിട്ടും. 12,500 + 1 ലക്ഷം പ്ലസ് എന്താണ് 1,50,000 30%, 45,000. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണതാണ് 1,57,500. അതുമ്മേ സെസ് ആഡ് ചെയ്യാം, 4% സെസ്, നമുക്കറിയണതാണ് സെസ് ആഡ് ചെയ്യാൻ. അപ്പോൾ 1,63,800 ടാക്സ് പേയബിൾ. ശ്രീവിദ്യ ടാക്സ് അടയ്ക്കേണ്ട എമൗണ്ട് 1,63,800. അപ്പോൾ എങ്ങനെയാണ് എംപ്ലോയർ TDS പിടിക്കുകയാണ്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഓരോ മാസം ശ്രീവിദ്യയുടെ ഇൻകത്തിൽ നിന്ന് ആ 1,63,800 1,63,800 ഡിവൈഡഡ് ബൈ 12, 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 12 മാസം. അപ്പോൾ എത്ര കിട്ടും? 1,63,800 ഡിവൈഡ് ബൈ 12 വരുമ്പോൾ ഒന്ന് വെട്ടിച്ചെറുതാക്കിയാൽ മതി. 1,63,800 2 പോവും, 12 2 പോവും, അങ്ങനെ വെട്ടിച്ചെറുതാക്കാം. ഇത് ചെയ്യുമ്പോൾ 13,650 കിട്ടുന്നത്. അപ്പോൾ ഒരു മാസം എംപ്ലോയർ ശ്രീവിദ്യയുടെ സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്ന TDS നടത്തുന്നത് എത്രയാണ്? 13,650. ഓക്കെ. ഇനിയിപ്പോൾ ശ്രീവിദ്യ കഴിഞ്ഞ കൊല്ലം 10 മാസമേ ജോലി ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1,63,800 നിങ്ങൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഒരു മാസം എത്ര പിടിക്കും? 16,350 പിടിക്കും TDS ആയിട്ട് കേട്ടോ, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കിക്കോളൂ. നിഗിൽസിൻ്റെ ടാക്സബിൾ ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി. സാലറിന്ന് 8 ലക്ഷമാണ്. പിന്നെ കോൺട്രിബ്യൂഷൻ ടു RPF റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് 1 ലക്ഷം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. LIC പ്രീമിയം പെയ്ഡ് 20,000 പോളിസിയുടെ എമൗണ്ട് 1,50,000. പോളിസി എടുത്തിരിക്കുന്നത് 1/4/2012. അപ്പോൾ നമ്മളവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് പോളിസിയുടെ 10% ഓർ പ്രീമിയം എമൗണ്ട് പെയ്ഡ് വിച്ച് എവർ ഈസ് ലെസ് ആണ് എടുക്കേണ്ടത് കേട്ടോ. ഇതൊക്കെ ഓർമ്മയിൽ വരണം കേട്ടോ. പ്രോബ്ലം വായിക്കുമ്പോഴേക്കും അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ തലയുടെ ഉള്ളിൽ കിടന്ന് മറിഞ്ഞ് നടക്കണം കേട്ടോ കുട്ടികളെ. അതായത് 1,50,000 10% 15,000. അതാണോ പ്രീമിയം എമൗണ്ട് പെയ്ഡ് 20,000. ഇതിൽ വിച്ച് എവർ ഈസ് ലെസ് ആണ് എടുക്കേണ്ടത്. പർച്ചേസ് ഷെയർസ് ഓഫ് എലിജിബിൾ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ 7,000. ലോസ് അണ്ടർ ദ ഹൗസ് പ്രോപ്പർട്ടി 50,000 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും ആദ്യം നിഖിലിൻ്റെ സാലറി എടുക്കുക 8 ലക്ഷം. അതിൽ നിന്ന് കമ്പ്യൂട്ടഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് കമ്പ്യൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി വീണ്ടും പോയിട്ട് എന്ത് ചെയ്യരുത്? 50,000 ലെസ് ചെയ്യരുത് കേട്ടോ. കമ്പ്യൂട്ടഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി 50,000 ഒക്കെ അവർ ലെസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ആ 8 ലക്ഷത്തിൽ നിന്ന് HP ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ലെസ് ചെയ്യാം.
അപ്പോൾ നമ്മൾ തിയറി ആയിട്ട് ഇങ്ങനെ പറയാറുണ്ട് ഇൻകം ഫ്രം സാലറി റിയൽ ഇൻകാണ്, അതിലേക്ക് ലോസുകളൊന്നും സെറ്റ് ഓഫ് ചെയ്യില്ല എന്ന്. പക്ഷെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അതായത് ലോസ് ഫ്രം റെസിഡൻഷ്യൽ ഹൗസ് ആണ്. 50,000 ലെസ് ചെയ്യുമ്പോൾ 7,50,000 കിട്ടും. പ്രോബ്ലം ഞാൻ പറയണത് ഇനി ഒന്നുകൂടെ സ്ട്രെസ് ചെയ്യണം വെച്ചെങ്കിൽ നോട്ട്ബുക്കിലൊന്ന് എഴുതിച്ചിട്ട് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അതിൽ നിന്ന് 80Cയുടെ ഡിഡക്ഷൻ ഏതൊക്കെയാണ്? RPF 1,00,000, പിന്നെ LIC പ്രീമിയം 10% ഓഫ് സം അഷ്വേർഡ് ഓർ പ്രീമിയം വിച്ച് എവർ ഈസ് ലെസ് ആണ്. അപ്പോൾ 20,000 ആണോ 1,50,000ന്റെ 10% ആണോ വിച്ച് എവർ ഈസ് ലെസ്, 15,000 കിട്ടും. പിന്നെ എലിജിബിൾ ഷെയർസ് 7,000. അപ്പം 1,00,000 പ്ലസ് 15,000 പ്ലസ് 7,000 1,22,000 വരുന്നുള്ളൂ. നമുക്കറിയാം മാക്സിമം 1,50 80Cയുടെ ഡിഡക്ഷൻ കിട്ടുള്ളൂ കേട്ടോ. മാക്സിമം 1,50,000 ആണ് 80Cയിൽ ഡിഡക്ഷൻ കിട്ടുക. അപ്പോൾ 1,22 ലെസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 6,28,000 കിട്ടി. അപ്പം നിങ്ങൾ സ്ലാബ് അനുസരിച്ച് ഒരു 250 നില്ല്, പിന്നെ 250 5%, ബാക്കിയുള്ള 1,28 20%. അങ്ങനെ 38,100 കിട്ടും. അതിൻ്റെ കൂടെ സെസ് ആഡ് ചെയ്യുക. അപ്പോൾ 39,624 ആണ്. അത് നമ്മൾ റൗണ്ട് ചെയ്യും. ടാക്സ് പർപ്പസിന് കൊണ്ടുപോകുമ്പോൾ നിയറസ്റ്റ് ആയിട്ട് റൗണ്ട് ചെയ്യും. അപ്പോൾ 39,620 കിട്ടും. അതിന് എത്ര മാസത്തെയാണോ സർവീസ് എങ്കിൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12 മാസമല്ലേ ഒരു കൊല്ലം അല്ലേ കുട്ടികളെ? ആവൂല്ലേ? നമുക്ക് തന്നെ അറിയില്ല. കുട്ടികൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, മിസ്സേ ഫെബ്രുവരിയിൽ 30 31 എടുക്കണ്ടേന്നൊക്കെ. ചില മാസം 30 വരും, ചില മാസം 31 വരുമല്ലോ നമ്മൾ എടുക്കുമ്പോൾ. ആ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോൾ കുട്ടികൾ ചോദിക്കുക എങ്ങനെയാണ്, മിസ്സേ ഇപ്പോൾ ഫെബ്രുവരിയിൽ 30 31 എന്ന്. അപ്പോൾ ഞാൻ പറയും ചിലപ്പോൾ 32 എടുത്താലും കുഴപ്പമില്ലാന്ന്. അതുപോലെ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 12 മാസം കേട്ടോ. അപ്പോൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഒരു മാസം എത്രയാണ് TDS പിടിക്കാമെന്ന് അറിയാമല്ലോ. ഇപ്പം ഈ 2 ചെറിയ പ്രോബ്ലംസ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഇനി ഇതിൽ വലിയ പ്രോബ്ലം ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ പ്രോബ്ലം ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞിരുന്നു ഇത് തിയറി ഓറിയൻറ്റഡ് ചാപ്റ്ററാണ്. അതുകൊണ്ട് ഇനി പ്രോബ്ലം ഒന്നുമില്ല, പറയുന്നില്ല കേട്ടോ. ഇനി നമുക്ക് അടുത്ത തിയറി ഒന്ന് പറയാം. ടാക്സ് ഓൺ നോൺ മോണിറ്ററി പെർക്വിസിറ്റ്സ്. നോൺ മോണിറ്ററി പെർക്വിസിറ്റ്സുമേ എങ്ങനെയാണ് ടാക്സ് വേണ്ടതെന്ന്, ടാക്സ് അടയ്ക്കുന്നത്. അതായത് എംപ്ലോയർ ഷാൾ ഹാവ് എൻ ഓപ്ഷൻ ടു പേ ടാക്സ് ഓൺ ബിഹാഫ് ഓഫ് എൻ എംപ്ലോയി. എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർക്ക് എന്ത് ചെയ്യാം? ടാക്സ് പേ ചെയ്യാം. വിത്തൗട്ട് മേക്കിംഗ് എനി ഡിഡക്ഷൻ ഫ്രം ഹിസ് ഇൻകം. ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻ ഒന്നും കാണിക്കാതെ തന്നെ എന്ത് ചെയ്യാന്ന് പറയുന്നത് ടാക്സ് പേ ചെയ്യാം. അതായത് ഓൺ ദി ഇൻകം ഇൻ ദ നാച്ചർ ഓഫ് പെർക്വിസിറ്റ്സ്. അത് പെർക്വിസിറ്റ്സുമലാണ് അങ്ങനെ അടയ്ക്കണമെങ്കിൽ വേർ ദീസ് ആർ നോട്ട് പ്രൊവൈഡഡ് ഫോർ ബൈ വേ ഓഫ് മോണിറ്ററി പേയ്മെൻറ്റ്. ഇതിനെ മോണിറ്ററി പേയ്മെൻ്റ് ആയിട്ട് അതെന്ന് പറയുന്നത് വേർ ദീസ് ആർ നോട്ട് പ്രൊവൈഡഡ്. ഇത് മോണിറ്ററി ബെനിഫിറ്റ് ആയിട്ടല്ല എങ്കിൽ എന്ന് പറയുന്നത്. കാരണം പെർക്വിസിറ്റ്സ് നമുക്ക് എന്താണെന്ന് അറിയാം, കൈൻഡ് ആയിട്ട് കൊടുക്കണതാണ്. നമ്മൾ മോട്ടോർ കാറ്, റെന്റ് ഫ്രീ അക്കോമഡേഷൻ, സ്വീപ്പർ, ഗാർഡനർ, വാച്ച്മാൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ഓളിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോൺ മോണിറ്ററി പെർക്വിസിറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫോർ ദിസ് പർപ്പസ് അങ്ങനെ വരുമ്പോൾ പേയിങ് ടാക്സ് ബൈ ദ എംപ്ലോയർ, ടാക്സ് ഷാൽ ബി ഡിറ്റർമിൻഡ് അറ്റ് ദ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് കമ്പ്യൂട്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് റേറ്റ്സ് ഇൻ ഫോഴ്സ് ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ. ആ ഫിനാൻഷ്യൽ ഇയറിൽ എങ്ങനെയാണോ ടാക്സ് ഇരിക്കണമെന്ന് വെച്ചെങ്കിൽ അത് ആ ടാക്സിൻ്റെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ എമൗണ്ട് റേറ്റ് എത്രയാണെന്ന് വെച്ചെങ്കിൽ അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഓൺ ദി ഇൻകം ചാർജബിൾ അണ്ടർ ദി ഹെഡ് സാലറീസ് ഇൻക്ലൂഡിംഗ് ദ വാല്യൂ ഓഫ് നോൺ മോണിറ്ററി പെർക്വിസിറ്റ്സ്. സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോൺ മോണിറ്ററി പെർക്വിസിറ്റ്സ് ആണെങ്കിൽ ആൻഡ് ദ ടാക്സ് സോ പേയബിൾ ഷാൽ ബി കൺസ്റ്റേൺഡ് ആസ് ഇഫ് ഇറ്റ് വേർ എ ടാക്സ് ഡിഡക്റ്റബിൾ അറ്റ് സോഴ്സ് ഫ്രം ദ ഇൻകം അണ്ടർ ദ ഹെഡ് സാലറീസ്. അപ്പോൾ അവിടെ നിന്ന് ഇയാളെ പറയുന്നത് ടാക്സ് ഡിഡക്റ്റബിൾ അറ്റ് സോഴ്സ് TDS ആണ്. അത് ലെസ് ചെയ്യാം കേട്ടോ, സാലറിയിൽ നിന്ന് ലെസ് ചെയ്യാം. ഇനി ആ തിയറി കഴിഞ്ഞ് പിന്നെ അടുത്ത് നോക്കിയോളൂ ഒരു കഷ്ണം കുഞ്ഞു കുഞ്ഞു തിയറീസാണ് കേട്ടോ ഓരോ ഹെഡിൽ. കോൺസിക്വൻസസ് ഓഫ് ഫെയിലിയർ ടു ഡിഡക്റ്റ് ഓർ പേ ടാക്സ്. നിങ്ങൾ ടാക്സ് അടയ്ക്കാതിരിക്കേ അല്ലെങ്കിൽ ഫെയിലിയർ ടു ഡിഡക്ഷൻ നടത്താൻ ഫെയിലിയർ ആവുക ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന്. ലയബിൾ ടു സിമ്പിൾ ഇൻട്രസ്റ്റ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, 1% പലിശ കൊടുക്കണമെന്ന് മാത്രം ഫോർ എവരി മന്ത്.
കേട്ടോ. പാർട്ട് ഓഫ് മന്ത് ആയാലും കുഴപ്പമില്ല, 1.5 മാസമൊക്കെ 2 മാസത്തെ കൊടുത്താൽ മതി, 1% പലിശ കൊടുത്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ വരുന്നുണ്ട് കേട്ടോ താഴെ വേറെ പണിഷ്മെന്റ്. അല്ലെങ്കിൽ 1.5% ഫോർ എവറി മന്ത് ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് സച്ച് ടാക്സ് വാസ് ഡിഡക്റ്റഡ് ടു ദ ഡേറ്റ് ഓൺ വിച്ച് സച്ച് ടാക്സ് ഇസ് ആക്ച്വലി പെയ്ഡ്. എന്നായിരുന്നു ഡിഡക്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. ആ ഡേറ്റ് തൊട്ട് പേ ചെയ്യുന്ന ഡേറ്റ് വരെയുള്ള സമയത്തേക്ക് 1.5%. ഇനി ഇഫ് എ പേഴ്സൺ ഫെയിൽസ് ടു പേ TDS ടു ദ സെൻട്രൽ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിന് TDS പേ ചെയ്യാനായിട്ട് വീഴ്ച വരുത്തുകയാണെങ്കിൽ, ഫെയിലർ ആവുകയാണെങ്കിൽ, ഹി ഷാൾ ബി പണിഷബിൾ വിത്ത് റൈഗറസ് ഇംപ്രിസൺമെന്റ് നോട്ട് ലെസ് ദാൻ 3 months, 3 മാസത്തിൽ കുറയാത്ത ജയിൽവാസം. അത് വേണമെങ്കിൽ എക്സ്റ്റെൻഡഡ് ടു 7 years, 7 കൊല്ലം വരെയും ആവാം കേട്ടോ. ഫൈനും ഉണ്ട്. ആൻഡ് വിത്ത് ഫൈൻ. ഇപ്പോൾ ചില ക്രിമിനൽ കേസുകളൊക്കെ വിധി പറയുമ്പോൾ കേട്ടിട്ടില്ലേ, എന്താ പറയുന്നത്, ജീവപര്യന്തം പ്ലസ് 5 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്ന പോലെ 3 മാസത്തിൽ കുറയാത്ത, അല്ലെങ്കിൽ വേണമെങ്കിൽ 7 കൊല്ലം വരെ നീളാവുന്ന, 7 കൊല്ലം വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന ജയിൽവാസം സെക്ഷൻ 276B പറയുന്ന ഫൈനും അടയ്ക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, അതായത് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സ് പഠിച്ചപ്പോൾ വിന്നിങ്സ് ഫ്രം ലോട്ടറിയുടെയും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസും TDS കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ഓണർ എന്താ പറയുന്നത്, വിന്നിങ്സ് ഫ്രം ലോട്ടറി ആണെങ്കിൽ 30% ലെസ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റിക്ക് ആണെങ്കിൽ 10% പിടിച്ചിട്ട് ബാക്കിയുള്ളതാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്യാനായിട്ട് 100/90 എടുക്കാറുണ്ട്, ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കണു. അപ്പോൾ നോക്കാം, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് TDS കേട്ടോ, സെക്യൂരിറ്റീസുമുള്ള ഇൻട്രസ്റ്റിന്റെ TDS. എന്താണ് മീനിങ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്? ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി ഓഫ് ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് സെക്യൂരിറ്റീസുമുള്ള ഇൻട്രസ്റ്റ് ആവാം. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഓർ അതർ സെക്യൂരിറ്റീസ് ഫോർ മണി ഇഷ്യൂഡ് ഓർ ഓൺ ബിഹാഫ് ഓഫ് എ ലോക്കൽ അതോറിറ്റി ഓർ എ കമ്പനി ഓൺ എ കോർപ്പറേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ എ സെൻട്രൽ, സ്റ്റേറ്റ് ഓർ പ്രൊവിൻഷ്യൽ ആക്ട്. അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥാപനങ്ങളിലുള്ള ഡിബഞ്ചറുമുള്ള ഇൻട്രസ്റ്റുകൾ ആരാണപ്പോൾ ഹു ഈസ് ലയബിൾ ടു, ആരാണ് ഹു ഈസ് ലയബിൾ, ആരാണ് TDS നടത്താൻ ലയബിൾ ആയിട്ടുള്ള വ്യക്തി? എനി പേഴ്സൺ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ പേയിങ് ഇൻട്രസ്റ്റ്, ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന ഏത് വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയാണ് ഇവിടെ എന്തായിട്ട് വരുന്നത്, റെസ്പോൺസിബിൾ പേഴ്സണായിട്ട് TDS ലെസ് ചെയ്യേണ്ടത് കേട്ടോ, 10%. നമ്മൾ ബാങ്കിലൊക്കെ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ടൈം ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ വർഷാവസാനം ആവാറാകുമ്പോൾ വിളിക്കും ബാങ്കിൽ നിന്ന്, അതായത് TDS പിടിക്കേണ്ടതെന്നും പറഞ്ഞിട്ട്. എന്തിനാ ഇപ്പം നമ്മൾ KSFലൊക്കെ കുറി കൂടിയാലും എന്താ പറയുന്നത്, ആ കുറി കൂടിയിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമൊന്നും പിടിക്കുന്ന. നിങ്ങളങ്ങനെ ചെറിയ നിങ്ങൾ കുട്ടികളായ കാരണം കൊണ്ട് ഡെപ്പോസിറ്റ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ടാണ് അതൊന്നും ഫീൽ ചെയ്യാത്തതെന്ന് കേട്ടോ. എൻ്റെ ഇപ്പം തന്നെ ഫീൽ ചെയ്യാൻ കാലം കുറേ ഉണ്ട്. നോക്കാം, വെൻ ഡസ് ദ ലയബിലിറ്റി അറൈസ്, എപ്പോഴാണ് നമുക്ക് ബാധ്യത തുടങ്ങുന്നത്? ഐദർ അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റ്, ഒന്നുകിൽ പേയ്മെന്റ് നടത്തുന്ന സമയത്ത്, ഓർ ക്രെഡിറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ, ഏതാണോ മുമ്പ് വരണമെങ്കിൽ ആ ഡേറ്റ്. പിന്നെ എമൗണ്ട് എക്സൈഡ്സ് 5000 രൂപയേക്കാൾ കൂടുതലാണ് ഇൻട്രസ്റ്റ് എങ്കിൽ മാത്രമേ TDS പിടിക്കുള്ളൂ കേട്ടോ. ഇനി എക്സംഷൻ ഫ്രം TDS ഫ്രം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, താഴെ പറയുന്ന സെക്യൂരിറ്റീസ് ആണെങ്കിൽ അതിന് TDS നിന്ന് എക്സംഷൻ കിട്ടും. ഇതൊക്കെ നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്, നാഷണൽ ഡിഫൻസ് ബോണ്ട്, നോട്ടിഫൈഡ് ഡിബഞ്ചേഴ്സ്, അതുപോലെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ, വൈഡ്ലി ഹെൽഡ് കമ്പനിയുടെ ഇൻട്രസ്റ്റ് പേയബിൾ, അതുപോലെ തന്നെ LIC ഓർ GICയുടെ ഇൻട്രസ്റ്റ്, ഡീമെറ്റീരിയലൈസ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ഡീമെറ്റീരിയലൈസ്ഡ് സെക്യൂരിറ്റീസ് ലിസ്റ്റഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. ഇതൊക്കെ എന്താണ്, എക്സംഷൻ ആണ്. എക്സംഷൻ ഫ്രം TDS, ഇതിനൊന്നും TDS പിടിക്കില്ല കേട്ടോ. ഡിവിഡൻഡ്, അതുപോലെ ഡിവിഡൻഡും ഫുള്ളി എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആണ്, അതും നമുക്കറിയാം, അതിനും TDS പിടിക്കില്ല. ഇനി നോ TDS, ഷെയർ ഹോൾഡർ ബീയിങ് ആൻ ഇൻഡിവിജ്വൽ ഓഫ് എ കമ്പനി ഇൻ വിച്ച് പബ്ലിക് ആർ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ് if dividend is paid by സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ഒക്കെ ആണെങ്കിൽ അവരുടെ ഒന്നും TDS പിടിക്കില്ല. അതുപോലെ അക്കൗണ്ട് പേ ചെക്ക് കൊടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ആഗ്രിഗേറ്റ് ഡിവിഡൻഡ് ഡസ് നോട്ട് എക്സീഡ് 2500, ഡിവിഡൻഡ് 2500-നേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ TDS പിടിക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ പിടിക്കില്ല കേട്ടോ.
അതുപോലെ ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓർ ക്രെഡിറ്റഡ് ടു GIC ആൻഡ് LIC, ഡിവിഡൻഡ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 2E, ഇവരുടെയൊക്കെ എന്ന് പറയുന്നത് TDS പിടിക്കില്ല എന്ന്. ഇനി ആരൊക്കെയാണ് ഹു ഈസ് ലയബിൾ? എന്താ പറയുന്നത്, ഇൻഡിവിജ്വൽ ആവാം, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, കമ്പനി, ഫേം, ലോക്കൽ അതോറിറ്റി, AOP, BOI, ഇവരൊക്കെ എന്താ പറയുന്നത് ടാക്സ്, അതായത് TDSന് ലയബിൾ ആയിട്ടുള്ള വ്യക്തികളാണ്. പിന്നെ ടാക്സ് റേറ്റ്, അതായത് സെക്യൂരിറ്റീസിന്റെ ഒക്കെ ഇൻട്രസ്റ്റിന്റെ ടാക്സ് റേറ്റ് TDS പിടിക്കുക 10% ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ. ഇനി ലോട്ടറി ഒക്കെ ആണെങ്കിൽ, ലോട്ടറീസ്, ക്രോസ് ബോർഡ് പസിൽസ്, അതൊക്കെ ആണെങ്കിൽ എമൗണ്ട് എക്സൈഡ്സ് 10,000 രൂപയേക്കാൾ കൂടുതൽ ലോട്ടറി അടിച്ചാലേ TDS ഒക്കെ പിടിക്കുള്ളൂ. 10,000 രൂപ വരെ ടാക്സ് ലയബിലിറ്റി ഇല്ല കേട്ടോ. റേറ്റ് 30% ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കും 1 കോടി രൂപയൊക്കെ ലോട്ടറി അടിച്ചാൽ 30% എടുത്തിട്ട് ബാക്കി 30% അവർ പിടിച്ച് ബാക്കി 70 ലക്ഷം കയ്യിൽ കിട്ടുന്നു അല്ലേ? കൊതിക്കണ്ട കേട്ടോ, 70 ലക്ഷം ഒന്നും കിട്ടില്ല. ഒരു 52-55 ആ റേഞ്ചിനുള്ളിലേ കിട്ടുള്ളൂ എന്ന്. അത് മതിയില്ലേ, വെറുതെ കിട്ടിയതല്ലേ, ആകെ ഒരു ലോട്ടറി ടിക്കറ്റിന്റെ പൈസയിലേ പോയുള്ളൂ എന്ന്. ലോട്ടറി ടിക്കറ്റ് ഒന്നും എടുക്കാത്ത നമുക്ക് അവിടെ നിന്ന് ലോട്ടറി അടിക്കാനാ അല്ലേ? നോക്കാം. അപ്പം എന്താണ്, ലോട്ടറിക്ക് 30% ആണ് TDS കേട്ടോ. 10,000 വരെ എക്സംഷനാണ്, 10,000 വരെ TDS ഇല്ല. ടാക്സ് അടയ്ക്കേണ്ട, അതിന് 10,000 വരെ ടാക്സ് ഇല്ല. വിന്നിങ്സ് ഫ്രം ഹോഴ്സ് റേസും ഇതേ കണ്ടീഷൻ തന്നെയാണ്. 10,000 രൂപയേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ 30% പിടിക്കുള്ളൂ. പിന്നെ പേയ്മെന്റ് ടു കോൺട്രാക്ടേഴ്സ്, നമ്മൾ കോൺട്രാക്ടേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റിന് TDS പിടിക്കണത്. വെൻ TDS when the sum exceeds 30,000 at one time, നമ്മൾ കോൺട്രാക്ടർക്ക് അറ്റ് എ ടൈം 30,000 രൂപയേക്കാൾ കൂടുതലൊക്കെയാണ് കൊടുക്കണമെങ്കിൽ, ഇഫ് ദ ആഗ്രിഗേറ്റ് സം പെയ്ഡ് എക്സീഡ്സ് 1 ലക്ഷം, ആഗ്രിഗേറ്റ് സം 1 ലക്ഷത്തിനേക്കാൾ കൂടുതലൊക്കെ ആണെങ്കിൽ TDS പിടിക്കുള്ളൂ കേട്ടോ. അതുപോലെ ഇൻഷുറൻസിന്റെ കമ്മീഷൻ ഒക്കെ ഓർത്ത് വെക്കണം കേട്ടോ കുട്ടികളെ. ഇൻ ദ കേസ് ഓഫ് എ കമ്പനി 10%, in other cases 5%. However, no TDS if the amount does not exceed 15,000. 15,000 രൂപയേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ TDS പിടിക്കുള്ളൂ, അല്ലെങ്കിൽ TDS ഇല്ല. നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് സെക്ഷൻ 194EE, ഡിഡക്ട് ടാക്സ് 10%, ബട്ട് നോ ഡിഡക്ഷൻ ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞു. അത് കാരണം പിന്നെ കൂടുതലായിട്ട് അത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇനി ഫീസ് ഫോർ പ്രൊഫഷണൽ സർവീസസ് നമ്മൾ ഫീസ് കൊടുക്കുകയാണെങ്കിൽ TDS പിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUF 10% ഇഫ് ദ എമൗണ്ട് എക്സീഡ്സ്, നമ്മൾ കൊടുക്കുന്ന ഫീസ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഫീസ്, പ്രൊഫഷണൽ ഫീസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സർവീസിന് കൊടുക്കുന്ന ഫീസ് 30,000 രൂപയേക്കാൾ കൂടുതലാണെങ്കിൽ 10% TDS എടുക്കും. പേയ്മെന്റ് ടു ഗവൺമെന്റ് ഓർ RBI, RBI അല്ലെങ്കിൽ ഗവൺമെന്റിലേക്കാണ് പേയ്മെന്റ് നടത്തണമെങ്കിൽ നോ ടാക്സ് ഷാൾ ബി ഡിഡക്റ്റഡ് ഇഫ് ദ പേയ്മെന്റ് ഈസ് മെയ്ഡ് ടു ഗവൺമെന്റ് ഓർ RBIയിലേക്ക് അല്ലെങ്കിൽ ഗവൺമെന്റിലേക്കൊക്കെയാണ് കൊടുക്കണമെങ്കിൽ TDS ഇല്ല കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ് ആണ്. ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ്സ് കേട്ടോ, അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ് ഒരു ക്ലാസ്സും കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ തിയറി ചാപ്റ്റർ കഴിയും കേട്ടോ. 1-2 ക്ലാസ് ഞാൻ കുറേശ്ശെ എടുക്കണുള്ളൂ, നിങ്ങൾ കുറേശ്ശെ പഠിച്ചാൽ മതി. 1-2 ക്ലാസ് എടുക്കാൻ 2 ക്ലാസ് വേണ്ടി വരും. അതെടുത്താൽ TDS കഴിയും കേട്ടോ. അല്ല TDS ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഇനി ഇതുണ്ട് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് ഉണ്ട്. അപ്പം അതും കൂടെയും പറഞ്ഞിട്ട് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം.